വെറൈറ്റി പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇറച്ചിക്കിഴങ്ങ്, ഇറച്ചിക്കാച്ചിൽ, എയർ പൊട്ടറ്റോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന അടതാപ്പ് എന്ന കിഴങ്ങ് വർഗ്ഗ വിളയെയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമല്ലോ. ഇത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും ഈ സീസണിൽ വിളവെടുത്ത അടതാപ്പാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ ഉരുളക്കിഴങ്ങിന് പകരമായി ഉപയോഗിച്ചിരുന്ന കിഴങ്ങ് വർഗ്ഗ വിളയാണ് അടതാപ്പ്. പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരികയും ഉരുളക്കിഴങ്ങ് കൃഷി പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഉരുളക്കിഴങ്ങിൻ്റെ വരവോടുകൂടി അടതാപ്പ് കൃഷി കുറയുകയും കുറേ കാലം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് അന്യം നിന്നു കൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അടതാപ്പ് കൃഷി കർഷകരുടെ ഇടയിൽ കൂടുതൽ പ്രചാരം നേടുകയും ഇപ്പോൾ അടതാപ്പ് കൃഷി വ്യാപകമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വള്ളി ഇടതോട്ട് മാത്രമാണ് ചുറ്റുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ഇത് ഇടതാപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഇടതാപ്പ് എന്നുള്ളത് ലോപിച്ചാണ് പിന്നീട് അടതാപ്പ് എന്ന പേരിലേക്ക് മാറിയത്. ചെറുകിഴങ്ങിൻ്റെയും നനകിഴങ്ങിൻ്റെയും ഇലയോട് സാമ്യമുള്ള ഇലയാണ് അടതാപ്പിൻ്റേത്. അടതാപ്പിൻ്റെ വള്ളികളിലാണ് കൂടുതൽ കായുണ്ടാകുന്നത്. വള്ളിയുടെ ചുവട്ടിൽ ഉണ്ടാകുന്ന കിഴങ്ങും കറി വയ്ക്കാനും മറ്റും ഉപയോഗിക്കാം. വള്ളികളിൽ ഉണ്ടാകുന്ന കിഴങ്ങിനാണ് രുചി കൂടുതൽ. അടതാപ്പിൻ്റെ തൊലി ചുരണ്ടുമ്പോൾ പച്ച കളറിലാണ് കാണുന്നത്. ഉരുളക്കിഴങ്ങ് ചുരണ്ടുമ്പോൾ വെള്ള കളറിലാണ് കാണുന്നത്. ഷുഗർ രോഗികൾക്കും കഴിക്കാൻ സാധിക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് അടതാപ്പ്. ഇതിൻ്റെ വള്ളികളിൽ 1.5 കിലോയോളമൊക്കെ തൂക്കമുള്ള വലിയ കിഴങ്ങുകൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേക സംരക്ഷണമോ പരിചരണമോ ഒന്നും ആവശ്യമില്ലാത്ത കാച്ചിൽ വർഗത്തിൽപ്പെട്ട ഒരു കിഴങ്ങ് വിള കൂടിയാണ് അടതാപ്പ്. ഇതിന് രോഗകീട ആക്രമണങ്ങൾ വളരെ കുറവാണ്. നേരിടുന്ന പ്രധാന ആക്രമണം വാവലിൽ നിന്നുള്ളതാണ്. ഇതിൻ്റെ വള്ളികളിൽ ഉണ്ടാകുന്ന കിഴങ്ങ് വാവൽ കടിച്ചു തിന്നുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് അടതാപ്പ് കൃഷിയിൽ നേരിടുന്ന പ്രധാന പ്രശ്നം.